ഇറാന്റെ യുറേനിയം അമേരിക്ക നശിപ്പിച്ചാൽ തത്തുല്യമായിരിക്കുന്ന യുറേനിയം റഷ്യ ഇറാന് കൈമാറുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി. നിലവിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടെ റഷ്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഈ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ്. രഹസ്യമായിരിക്കുന്ന പല പ്രവർത്തികളും ചെയ്തുകൊണ്ട് ഇറാന്റെ കൈവശത്തിൽ 60% സമ്പുഷ്ട യുറേനിയം നശിപ്പിക്കാനുള്ള പ്രവർത്തനം ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് നടത്താനുള്ള ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് സൈനിക മേഖലയിൽ നിന്നുള്ള രഹസ്യം പുറത്തു വന്നതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയാണ് യഥാർത്ഥത്തിൽ റഷ്യ ചെയ്തിരിക്കുന്നത്. ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ ബാധ്യതയാണ്. ആ കടമ തങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. അതിന് വിഘാതമാകുന്ന തരത്തിൽ അമേരിക്കയുടെ ഏതൊരു പ്രവൃത്തി ഉണ്ടായാലും തീർച്ചയായിട്ടും അതിന് കനത്ത രീതിയിലുള്ള പ്രഹരം അമേരിക്ക അനുഭവിക്കേണ്ടി വരും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ബേസ് അറേബ്യൻ രാജ്യങ്ങളിൽ ഉള്ളത് പരമാവധി ഇറാൻ നശിപ്പിച്ചിട്ടുണ്ട്. ശേഷിക്കുന്നവ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചൈനയാണ് നൽകുന്നത് എന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നു. ചൈന അല്ല, റഷ്യയാണ് നൽകുന്നതെന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് രണ്ടും സംയുക്തമായ രീതിയിലാണ് നൽകുന്നതെന്ന് പറയുന്നു. ഏതായിരുന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ ചൈനക്കും റഷ്യക്കും പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ യുറേനിയം സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് IAEA പറഞ്ഞതാണ്. അത് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചതാണ്. സമാധാന ആവശ്യത്തിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ അത് ക്രോഡീകരിക്കപ്പെട്ടത് എന്നുള്ളതും കരാർ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ അത് ഡയലൂട്ട് ചെയ്ത് അതിൻ്റെ കാഠിന്യം കുറക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ആണവായുധം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഉറപ്പ് തങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ അത് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള സത്യസന്ധമായിരിക്കുന്ന അഭിപ്രായങ്ങളും അമേരിക്കയോട് പറഞ്ഞാൽ അമേരിക്ക അത് വിശ്വസിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യം അവരുടെ ലക്ഷ്യം സാധൂകരിക്കുക എന്നുള്ളതാണ്. നീതിയും സത്യസന്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നുമല്ല അവർ ലക്ഷ്യമാക്കുന്നത്. അഥവാ ഈ ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് ഇറാൻ്റെ ഭരണഘടനാ നിയമപ്രകാരം തന്നെ തെറ്റാണ്. നശീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മതപരമായിരിക്കുന്ന കുറേ ചിട്ടങ്ങളുണ്ട്. അതിനപ്പുറമാണ് ഈ പറയപ്പെട്ട ആണവായുധം. അതുകൊണ്ട് തങ്ങളത് നിർമ്മിക്കുകയില്ല എന്നുള്ളത് ആയത്തുള്ള അലി ഖംനായി തന്നെ ഇതിന് മുൻപത്തെ പ്രസ്താവനയിൽ പറഞ്ഞതാണ്. ഏറ്റവും പരമോന്നത നേതാവിൻ്റെ പ്രസ്താവന പോലും വിശ്വാസത്തിലെടുക്കാത്ത രീതിയിലാണ് അമേരിക്കയുടെ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യം ബോംബ് സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ചിട്ടാണ് അവരുടെ ആണവായുധം സൂക്ഷിക്കപ്പെട്ട മേഖല അപ്പാടെ നിലംപൊത്തിയിരിക്കുന്നത്. ഭൂമിക്കടിയിലെന്നോ അതല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അടിയിലോ ആണ് ഇപ്പോൾ ഈ പറയപ്പെട്ട സമ്പുഷ്ട യുറേനിയം ഉള്ളത് എന്നാണ് അനുമാനിക്കുന്നത്. അപ്പോൾ അവരുടെ ഇസ്ഫഹാൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഇസ്ഫഹാനിലാണ് ഈ പറയപ്പെട്ട സമ്പുഷ്ട യുറേനിയം ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് രണ്ടാമത് ഇനി എടുക്കണം. അത് എടുക്കുക എന്ന് പറയുന്ന ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. മേൽഭാഗത്തുള്ള ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പാളികളെല്ലാം മാറ്റം ചെയ്തുകൊണ്ട് വേണം ഇതിൽ നിന്ന് യുറേനിയം ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇറാൻ്റെ അകത്ത് സൈനികർ കയറിയിട്ട് 10,000-ലധികം സൈനികരൊക്കെ അമേരിക്കൻ സൈനികരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവൃത്തി നടക്കൂ. അപ്പോൾ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ ആശങ്കകൾ ഉണ്ടാവും. അതൊരു സുരക്ഷിതമായിരിക്കുന്ന ഒരു പ്രവൃത്തി ആയിരിക്കില്ല എന്നുള്ളിടത്തേക്കും അമേരിക്ക എത്തിയിരിക്കുന്നു. ഇനി സമ്പുഷ്ട യുറേനിയം അവിടെ വെച്ചിട്ട് നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നശിപ്പിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഈ വസ്തുക്കൾ കിട്ടണമല്ലോ, കിട്ടാൻ തന്നെ പ്രയാസമാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവരിപ്പോൾ ആലോചിക്കുന്നത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനം നടത്തി അതിൻ്റെ അകത്ത് തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുന്നു. ഈ ആലോചനാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി റഷ്യ അതിന് പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം എന്തൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് സമാനമായിരിക്കുന്ന ബദൽ സംവിധാനം എന്ന നിലക്ക് സമ്പുഷ്ട യുറേനിയം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും അവർ പറഞ്ഞു വെക്കുന്നു. എന്നാൽ റഷ്യ പറയുന്നത് സമ്പുഷ്ട യുറേനിയം അല്ല, ആണവായുധം തന്നെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ അറേബ്യൻ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ യുറേനിയത്തിൻ്റെ പേര് പറയുക എന്നല്ലാതെ വല്ലാത്ത രീതിയിലുള്ള ആക്രമ രീതി സംവിധാനങ്ങളൊക്കെ ഇറാന് മേലെ ഉണ്ടാവുകയും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ താഴെ വീഴുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റ കൈ എന്ന തരത്തിൽ ആണവായുധം പ്രയോഗിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അതിനുള്ള എല്ലാ സഹായങ്ങളും റഷ്യ ചെയ്തു കൊടുക്കും എന്ന് ഈ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ആരംഭിച്ചതാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കൂടി ചില സൂചനകൾ നൽകുന്നുണ്ട്. യുദ്ധം കഠിനമാവുകയും ഭരണത്തിൽ നിന്ന് നിലവിലെ ഭരണ സംവിധാനം താഴെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ കുരുട്ടുവഴിയിലൂടെ അമേരിക്ക നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കാര്യത്തിൽ കൊറിയയുടെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഇറാൻ ഉണ്ടാകും എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾ തീർച്ചയായിട്ടും സൗഹൃദ രാജ്യം എന്ന നിലക്ക് ഇറാനെ തങ്ങൾ സഹായിക്കും. അതിന് തങ്ങൾക്ക് മുന്നോട്ടോ പുറകോട്ടോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ അണുവായുധമുണ്ട്. അണുവായുധം മാത്രമല്ല, 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ അവരുടെ കൈവശത്തിലുണ്ട്. അഥവാ കൊറിയയിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്കയെ ആക്രമിക്കാൻ പാകത്തിലാണ് അവരുടെ അത്തരം മിസൈൽ സംവിധാനങ്ങളെല്ലാം അവർ ഒരുക്കിയിരിക്കുന്നത് എന്ന് ചുരുക്കം. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ ആന്തരികമായിരിക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തരമായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വേർഷൻ കൂടി വന്നിരിക്കുന്നു. ഏറെക്കുറെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. എന്നാൽ അതിൽ എണ്ണ ഒഴിക്കാനുള്ള ഈ പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേലിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തരമായ രീതിയിൽ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയുടെ സൈനികരുടെ രഹസ്യം ചോർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട്. അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇസ്രായേൽ വരാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഏകദേശം അവർ പറയുന്ന അവരുടെ കൈവശത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഏജൻ്റാണ് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ലോക രാജ്യങ്ങളിലെ പരമാവധി ഭരണാധികാരികളുടെ രഹസ്യ കാര്യങ്ങളൊക്കെ അവരുടെ കൈവശത്തിലുണ്ട്. ഒരു പരിധിയിൽ അതിൻ്റെ 5.4% മാത്രമാണ് യഥാർത്ഥത്തിൽ അത് പുറത്തു വന്നത്. ഭീമമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരാൻ ബാക്കിയുണ്ട്. അത് പല മേഖലകളിൽ പല തരത്തിലാണ് സൂക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജ്യ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാകുന്ന പ്രവർത്തനമാണ് എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കുട്ടികളുടെ ലൈംഗിക പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പിന്നെ മദ്യലഹരിയിൽ ഈ ട്രംപ് വീണ് കിടക്കുന്ന ചിത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിവസ്ത്രദാനമായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണെങ്കിലും അത്ര തരത്തിലുള്ള ലോകം കണ്ടാൽ വല്ലാത്ത രീതിയിൽ നാണക്കേടുണ്ടാകുന്ന അല്ല അറപ്പുളവാക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളും വീഡിയോസും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫോൺ സംഭാഷണങ്ങളെല്ലാം എപ്സ്റ്റീൻ ചോർത്തപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം റെക്കോർഡാണ്. ആ റെക്കോർഡ് പല ഘട്ടങ്ങളിലായിട്ട് അല്പാൽപമായിട്ട് ചോരുന്നൊരു സ്ഥിതി ഉണ്ടായാൽ ട്രംപിനെ അത് സാരമായിട്ട് ബാധിക്കും. ഇത് വെച്ചുകൊണ്ട് ഇസ്രായേൽ ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഏതായാലും സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണ്. ഇപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പല ഘട്ടങ്ങളിലായി ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ആക്രമിക്കുന്ന പ്രവൃത്തി നിർത്തണം എന്നുള്ളതാണ്. ഏറെക്കുറെ ആ പരിപാടി പറഞ്ഞതോടുകൂടി ശക്തമായിരിക്കുന്ന നിലപാട് യുടെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി ആ പ്രവർത്തനത്തിന് അല്പാൽപമായിട്ട് അവർ പുറകോട്ട് പോയി. പിന്നെ ഇപ്പോൾ നിലവിൽ ആക്രമണം നടക്കുന്നത് ബഹ്റൈനും കുവൈത്തും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കുവൈറ്റ് ഈ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഔദ്യോഗികമല്ലെങ്കിൽ പോലും നിങ്ങളുടെ കാരണത്താൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയതിനാൽ നിങ്ങൾക്ക് സൈനിക ബേസ് നൽകിയ കാരണത്താൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പൗരന്മാർക്കും സുരക്ഷിതമായ രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരണം. അതിനാൽ എന്ത് ചെയ്യണം? ഞങ്ങളുടെ സൈനിക ബേസിൽ നിന്ന് ആക്രമിക്കുന്ന പ്രവൃത്തി നിർത്തിവെക്കണം. ഇനി ബദൽ സംവിധാനം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജോർദാനും ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ അമേരിക്ക ഗൗരവപരമായിട്ട് ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ 2-3 ദിവസമായി പുറത്തു വരുന്നുണ്ട്. ജോർദാനിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ സാധ്യതമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ആലോചനാ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ജോർദാൻ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങൾ എങ്ങനെയാണോ തങ്ങൾ ആക്രമിച്ചത് അതിനേക്കാൾ 10 മടങ്ങ് കഠിനമായിരിക്കുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം വിവരക്കേടിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അമേരിക്ക പറയുന്നു എന്ന് കരുതി അതിനനുസരിച്ച് നിങ്ങൾ പ്രവൃത്തി ചെയ്താൽ ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തങ്ങളുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല. നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് വരാനുണ്ടാവുക. അത് മറന്നു പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ജോർദാന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈജിപ്ത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഈ അറേബ്യൻ രാജ്യങ്ങൾ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് ആക്രമിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈജിപ്തിലെ ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അമേരിക്കയ്ക്ക് സപ്പോർട്ടാണ്, ഇസ്രായേലും സപ്പോർട്ടാണ്. പക്ഷേ ഇറാന് നേരെ ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഒരിക്കലും സഹകരിക്കുന്നില്ല. ഇതുവരെ സഹകരിച്ചിട്ടില്ല. അവർ പറയുന്ന കാര്യം അത് തന്നെയാണ്. അങ്ങനെ ഒരു സഹകരണം ഉണ്ടാകുന്നൊരു സ്ഥിതി വന്നാലോ തീർച്ചയായിട്ടും ഈജിപ്തിന് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണം പെരുമായി തന്നെ ഉണ്ടാവും. അവിടെയുള്ള അമേരിക്കയുടെ ബേസിനെ ആക്രമിക്കപ്പെടും. മാത്രവുമല്ല അവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ താൽക്കാലികപരമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് പോലെ തന്നെയാണ് 2-3
പ്രാവശ്യം അവിടുത്തെ മുൻ ഭരണാധികാരി അട്ടിമറിച്ചതിന് ശേഷം 3-ലധികം തവണയാണ് അവിടെ പ്രസിഡന്റുമാർ മാറി മാറി വന്നത്. അപ്പോൾ അത് ജനരോഷമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവർക്കുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് ഹുസ്നി മുബാറക്കിൻ്റെ ഭരണത്തിന് ശേഷമാണ് അവിടെ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഭരണം അട്ടിമറിച്ചതും അമേരിക്ക തന്നെയാണ്. പുതിയ ഭരണ സംവിധാനം കൊണ്ടുവന്നതും അമേരിക്ക തന്നെയാണ്. ഈ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഏത് തരത്തിലുള്ള പ്രയോഗങ്ങളും അവർ നടത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഏത് തരത്തിലുള്ള സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുമെന്ന് ആവർത്തിച്ചുകൊണ്ട് റഷ്യ പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.